ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്നലെ ഞാൻ ചെറിയൊരു സന്തോഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്, പക്ഷേ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു സന്തോഷമാണ്. ആ സന്തോഷം വലുതായി വലുതായി വരുന്നതാണ് ഇന്നെനിക്ക് തോന്നിയത്. കാരണം ഞാനത് എൻ്റെ ആ ഒരു കവിത പബ്ലിഷായെങ്കിലും ഞാനതങ്ങനെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എനിക്ക് പറയാം എന്നുള്ള ഒരു രീതിയിലുള്ളവർക്ക് മാത്രമേ ഞാൻ പിന്നെ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അത്യാവശ്യം പേര് കണ്ടു, എല്ലാവരും ഇത്. ആദ്യം ഞാൻ എന്തായാലും ആർക്കായിരിക്കും അയക്കുമെന്ന് അറിയാമല്ലോ. എൻ്റെ അനിയൻ കുഞ്ഞിന് അവനയച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് രാത്രിയിലാണ് ഇത് ഞാൻ കാണുന്നത്. എന്നിട്ട് ട്യൂഷൻ സെൻറ്ററിലെ ആരോടും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഇവിടുത്തെ സാർമാരോടും ടീച്ചർമാരോടും ഒന്നും. പിന്നെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇവിടെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് അവളുടെ സ്റ്റാറ്റസിലിട്ടു. അതിനുശേഷം ഇവിടെ ഈ നാട്ടിലൊരു ഗ്രൂപ്പുണ്ട്, അതിലൊന്നും ഞാനില്ല, ഹസ്ബൻഡേ ഉള്ളൂ അതിനകത്തിൽ. അതിലേതാണ്ടിലൊക്കെ എടുത്ത് ആരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ മെമ്പറും ഞാനും തമ്മിൽ നല്ല കൂട്ടാണ്. അപ്പം മെമ്പർ കണ്ടിട്ടുണ്ടായിരുന്നു. മെമ്പറാണോ എന്നറിയത്തില്ല, ആരോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ രാവിലെ അവിടെ ദൂരമുള്ളടുത്ത് സാറിൻ്റെ അടുത്ത് ട്യൂഷൻ സെൻറ്ററിൽ പോയപ്പം രാവിലെ എന്നെ കണ്ടുകൊണ്ടേ സാറ് ചോദിക്കും. ഞാൻ ഓഫീസിലേക്ക് കയറി ഇരുന്നുണ്ടെ സാറ് അവിടെ ഉണ്ടായിരുന്നു. സാറ് ചോദിച്ചാൽ കവിതയൊക്കെ എഴുതുമല്ലേ? ഞാനപ്പോൾ ഇങ്ങനെ ചേട്ടാ ഇതെങ്ങനെ, ഞാൻ അപ്പം പെട്ടെന്ന് എടുത്ത് ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊക്കെ നേരത്തെ എഴുതുമായിരുന്നോ? അപ്പം ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് സ്റ്റാറ്റസ് എടുത്ത് വെച്ച് നോക്കിയിട്ട് ടീച്ചറും സാറും എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല അന്നത്തെ ദിവസം. നേരത്തെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതിന് ചോദിക്കാറുണ്ട്, പക്ഷേ അന്നത്തെ ദിവസം കണ്ടിട്ടില്ല. ഇന്നലെയും കണ്ടില്ല, മെനഞ്ഞാന്നും കണ്ടില്ല. പിന്നെ ഇതെങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ സാറിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവൻ പുറത്തേക്ക് പോയപ്പോൾ സാറ് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുമായിരുന്നു. അപ്പോൾ ഇവിടെ നേരത്തെയും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കവിത എഴുതുന്നവർ. ഞാൻ സാറേ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ സാറിന് അറിയാവുന്ന കവിത എഴുതുന്ന ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് സാറ് പറഞ്ഞു ചിലരുണ്ട്, ഏതോ 1-2 പേര് പറഞ്ഞു. അപ്പം അവരുടെ കാര്യം ചുമ്മാ ഒരു ഇതും ഇല്ലാതെ ചുമ്മാ എന്തൊക്കെ എഴുതി വയ്ക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നെ ഡിഗ്രി ലെവലൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുമല്ലോ. ഇങ്ങനെയൊക്കെ സാറ് കുറച്ച് സംസാരിച്ച്. അപ്പോൾ സാറിനെ പുറത്തുനിന്ന് വേറെ സാറ് വിളിച്ച് സാറിനെ പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ആരാ യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇതെങ്ങനെ അറിഞ്ഞു? കാരണം ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം പറഞ്ഞ് ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇങ്ങനെ, ഞാനും ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഇതെന്ന് വെച്ചാൽ ഈ ഫോട്ടോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇതപ്പോൾ ആരായിരിക്കും ഇട്ടത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇവർ 2 പേരിൽ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തത്. പിന്നീട് ആരും അങ്ങനെ ചോദിച്ചൊന്നുമില്ല. സാർ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു നോവലിനെ കുറിച്ച് ഇങ്ങനെ കുറച്ചധികം പേജ് എഴുതിയതാണ്. പക്ഷേ നോവൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ കൂടെ ആലോചിക്കണം. ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലായിടവും ടച്ച് ചെയ്ത് പോകേണ്ടതാണ്. അത് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ വെറുതെ ഒരു കഥ വായിക്കുന്ന പോലെ ഇരിക്കും. നോവലെന്ന് പറയുമ്പോൾ കഥയല്ലല്ലോ. അപ്പോൾ അതെനിക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രത്യേക ഒരു മൂഡ് വരിക എന്ന് പറയുന്ന പോലെ അന്ന് ആ ഒരു ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് കയറി എഴുതിപ്പോവാം. പക്ഷേ എനിക്കതൊരു സമയം ഒന്നും ഒത്തു വരുന്നില്ല. സമയമില്ലാത്തവർ എത്രയോ പേരെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു സംഭവത്തിൽ ഞാൻ എഴുതാനിരിക്കുകയായിരുന്നു, പക്ഷെ അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറിങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പം ആ ഒരു സന്തോഷം ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പം രാവിലെ തൊട്ട് ഇടയ്ക്കൊക്കെ ഫോണിൽ നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലായിടും അങ്ങനെയൊക്കെ. അപ്പം അണ്ണന്മാർക്കൊക്കെ സന്തോഷം. അപ്പോൾ അതൊക്കെ കണ്ട് സന്തോഷം. അമ്മയെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇങ്ങനൊരു സംഭവമുണ്ട്. അമ്മ ചോദിക്കും ഇത് എവിടെയാണ് ഉള്ളത്, ഇതിലാണ് പബ്ലിഷ് ചെയ്തത്. ഞാൻ പറഞ്ഞു അമ്മ ഇത് ഓൺലൈനാണോ? ഫോണിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാണിക്കുമെന്ന് പറഞ്ഞു.
അവൻ ഇങ്ങനെ ഓർത്തിരുന്ന് അമ്മയെ കാണിക്കുന്ന ഇതൊക്കെ ഇല്ല. അമ്മ ചെന്ന് ചോദിച്ചാലായിരിക്കും ചിലപ്പോൾ അവന് ശരിയാണ് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ അവൻ 100 കൂട്ടം കാര്യങ്ങൾ തല വെച്ചേക്കുന്നതുകൊണ്ട് ആരും അതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യാതിരുന്നാലും ഒന്നും പറയത്തില്ല. അവൻ്റെ രീതി അതാണല്ലോ എന്ന് പറയും. എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുക്കണം. കാരണം അവൻ സമയം കിട്ടുമ്പോഴെല്ലാം അവൻ്റെ ആ ഒരു ട്രെയിനർ എന്നുള്ള നിലയിൽ കുറച്ച് വീഡിയോസിനെ കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കുക, അല്ലെങ്കിൽ എഴുതുക, ഇതൊക്കെയാണ് അവന് പ്രധാനമായിട്ടും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പ് എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അനിയൻ്റെ. അപ്പം ഞങ്ങൾക്ക് എന്താണെന്ന് ഒരു വോയിസാണ്, അത് ഫോർവേഡ് ചെയ്തേക്കുകയാണ്. ഞങ്ങൾക്ക് എൻ്റെ കവിത ഇവനെ എവിടെയെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വല്ലവരും പറഞ്ഞു അതിന് മോശമാണെന്ന് എന്ന് വിചാരിച്ച് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ആരാന്നറിയില്ല, അത് ഇവന് ഫോർവേഡ് കവിത എഴുതുന്ന ആളാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 30 പേര് ചേർന്നിട്ടാണ്, അവരുടെ 30 പേരുടെ കവിതകൾ ചേർത്തിട്ടാണ്. അപ്പം വേണമെങ്കിൽ ഒരെണ്ണം അതിൽ പബ്ലിഷ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതെനിക്ക് അത് ഫോർവേഡ് ചെയ്ത് തന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ശരി ഓക്കെ കാണിച്ച് ഞാൻ ഒരു ഉമ്മയും കൊടുത്തു വിട്ട്. അത് കാണുമ്പോൾ അവൾ ചെയ്തോളും എന്നുള്ളത്. അപ്പം 3-4 കവിതയൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഇരിപ്പുണ്ട്. 2-3 ഞാൻ കഴിഞ്ഞ ദിവസം ഡയറിയിൽ എഴുതിയൊക്കെ വെച്ചു. പക്ഷേ ഒരു പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഭയങ്കര നല്ലൊരു നിലവാരത്തിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും എൻ്റെ കയ്യിൽ ഇനിയുള്ള കവിതയെല്ലാം ഞാൻ അവനങ്ങോട്ട് അയച്ചു കൊടുക്കാം. അതിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒന്ന് അവൻ അയക്കട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കാം. അവൻ നോക്കത്തൊന്നുമില്ല, അവൻ വേറെ ആരുടെയെങ്കിലും കയ്യിൽ ഫോർവേഡ് ചെയ്തിട്ട് ഇന്നത്തെ കൊള്ളാമെന്ന് ഏതാണെന്ന് വെച്ചാൽ എടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സാറ് എൻ്റെ ആ കവിത എനിക്ക് അനുരാഗമെന്നാണ്. അപ്പോൾ അതിൽ ഞാൻ അനുരാഗത്തെ ഇച്ചിരി ഒരു ദേഷ്യത്തോടു കൂടി കാണുന്ന, ഈ അനുരാഗം കാരണം പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതിയതാണത്. കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ 2 കവിതയും കൂടെ ഉണ്ട്. ചെറിയ ഒരെണ്ണമായിരുന്നു. ഒന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ, കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ഒരു 4-6 വരി കവിതയാണത്. അപ്പോൾ അതും പിന്നെ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഞാൻ സാറിന് അയച്ചു കൊടുത്തപ്പോൾ സാറ് ഗുഡ്, നല്ല ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനം. കാരണം നമുക്ക് നല്ല അഭിപ്രായം കേൾക്കുമ്പം അത് വീണ്ടും നമുക്ക് അവരോടൊന്ന് പറയാം എന്നുള്ളൊരു തോന്നൽ വരും. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ്. അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നമുക്ക് പറയുമ്പോൾ അതൊരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവൾ ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് വോയിസ് ഇട്ട് കൊള്ളാടി കവിത കൊള്ളാം. അപ്പോൾ അവൾ എഴുതാറുണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുക? അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞടി അനുരാഗമല്ലേ, കുറച്ചുകൂടെ ഒന്ന് ഇതാകാം. ഞാൻ പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന അനുരാഗമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ അനുരാഗം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പൈങ്കിളി എന്നുള്ള രീതിയിലേക്ക് ഇച്ചിരി സ്നേഹവും ഇഷ്ടമൊക്കെ കോരി കൊടുത്തിട്ടുള്ള വാക്കുകളാണ് അവൾ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അനുരാഗത്തിൻ്റെ ഏറ്റവും മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടിയാണ് ഞാൻ അതിനകത്തിൽ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിപ്രായങ്ങൾ പറയാൻ. ഇപ്പം മോശമാണെങ്കിൽ മോശമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടെ പറഞ്ഞാൽ നമുക്കത് ഒരു ഇതാവും. അപ്പം ഇനി അതിൻ്റെ ഒരു ഇതിലേക്ക് പോകണം. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ ലൈവിൽ ഇന്നലെ വന്നില്ല, ഇന്നിനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ നോക്കിയിട്ട് വൈഫൈ ഇല്ല. വൈഫൈ ഇല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല, ഒന്നും നടക്കത്തില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് അതൊരു സന്തോഷവും കൂടെ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റൊന്നും കൂടി എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് 9-നായിരുന്നു ക്ലാസ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്. ഇന്ന് എൻ്റെ ക്ലാസ്സിലതുണ്ടായിരുന്നു. അപ്പം മറ്റൊരു കുട്ടിയായിട്ടിരുന്ന സംസാരമാണ്. അപ്പം കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു, കാരണം നമ്മളെന്തെങ്കിലും എക്സാമ്പിൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ടീച്ചർ അത് എവിടെയാണ് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളൊരു വർത്താനം പറയില്ല. അതാണ് സംഭവം. അപ്പം ഞാൻ കൂടെ ഇരുന്ന ആളെന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വേറൊരു ബെഞ്ചിലിരുത്തി കഴിഞ്ഞപ്പം ഈ കൊച്ച് പിന്നെ അടുത്ത ആരാന്ന് വെച്ചാൽ അടുത്തിരിക്കുന്നതോട് അടുത്ത വർത്താനം തുടങ്ങി. അപ്പോഴത്തേക്ക്
ഞാനിങ്ങനെ പറഞ്ഞേ അതിൻ്റെ പേര് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ താൻ ഈ കാണുന്ന ആളുകളോട് തനിക്ക് നല്ലൊരു മനസ്സുണ്ടോളൂ എന്നൊക്കെ. ആ അതേ ടീച്ചർ, ആ ശരിയാ എന്നൊക്കെ പറഞ്ഞേ. അത് കേട്ടപ്പോൾ അടുത്തിരുന്ന് അപ്പം വേറൊരു പെൺകൊച്ചു പറഞ്ഞു, ടീച്ചറെ അത് തെറ്റാണ്, ആൾ ഭയങ്കര സാധനമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമ്മുടെ തോന്നലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, അല്ല ടീച്ചറെ ഞാൻ ഭയങ്കര സാധനമാണ്. ഇങ്ങനെ എന്ന് വെച്ചാൽ പുള്ളിയെ ആരെങ്കിലും എന്തെങ്കിലും ഒന്നും മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ അതിനെ അങ്ങ് മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് മോശമാണെന്ന് അങ്ങ് സ്ഥാപിച്ചു തരും. എന്നിട്ട് അത് ആരാണോ പറയുന്നത് അവരെ അടിച്ച് താഴെ ഇടുന്ന രീതിയിലുള്ള വർത്തമാനമാണ്. അപ്പം ഞാൻ പറഞ്ഞേ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ഒരു അടുത്ത ക്ലാസ്സിൽ ഇന്നിപ്പോൾ ഞാനൊരു ചാപ്റ്റർ തീർത്തു. ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, 10-24 പേജിന് മുകളിലുണ്ട്. അത് തീർത്ത് വരുമ്പം പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത ക്ലാസ് ആകുമ്പോൾ ഞാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ വരുമ്പം ചെയ്യേണ്ട കാര്യം ഇപ്പം ഞാൻ ആ കൊച്ചിനെ ഏർപ്പാട് ചെയ്തു. ബുധനാഴ്ചയാണ് എൻ്റെ ക്ലാസ്. വ്യാഴാഴ്ച രാവിലെ ഫസ്റ്റ് അവർ കഴിയുമ്പോൾ താൻ ഇവിടെ വന്ന് നിന്ന് എല്ലാ കുട്ടികളോടും പറയണം, നാളെ ക്ലാസ് ഉണ്ട്, ഇന്ന ക്ലാസ്സാണ്, ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് താൻ എല്ലാവരും ഓർമ്മിപ്പിക്കണേ എന്ന് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വെറുതെ ഒരു ഏൽപ്പിക്കലല്ല, ഒരു പൊസിഷൻ കൊടുക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആ കുട്ടി എന്നതിനെക്കുറിച്ച് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ അറിയാം ഇത് എങ്ങനെയായി എന്ന്. അപ്പോൾ അതുകൂടി പറയണം. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാമെന്ന് വെച്ചാൽ ആ ഒരു മാഗസീനിൽ പ്രായവ്യത്യാസമുള്ളത് ഒരുപാട് അതും വീട്ടമ്മമാർ, മറ്റു ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് പേരിങ്ങനെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എങ്കിലും അത് ഒരു പക്ഷേ ഞാൻ മലയാളം പഠിച്ചത് കൊണ്ടാവാം. എങ്കിലും അവരുടെ ആ ഒരു കഴിവ് എന്തുമായിക്കൊള്ളട്ടെ അതവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാനതിനെ കളിയാക്കിയാൽ എനിക്ക് ആ കഴിവുണ്ടോ ഇല്ലയോ എന്നതിലറിയില്ല. ഞാനും എഴുതുന്നതിൽ ഒരുപാട് തെറ്റുകൾ കാണും. അപ്പം നമുക്കൊക്കെ ആ ഒരു കഴിവ്, ഇത് കേൾക്കുന്ന ആരായാലും അങ്ങനെയുള്ളൊരു കഴിവുകളുണ്ടെങ്കിൽ അത് ഏത് മേഖലയിലായാലും നിങ്ങളത് തെളിയിക്കാനുള്ളൊരു അവസരം കണ്ടെത്തണം. ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളെ തേടി വരും. അപ്പോൾ അങ്ങനെ സ്വന്തം കഴിവുകളെ ഉയർത്തിക്കൊണ്ട് വരട്ടെ. ആദ്യം നമ്മളൊന്ന് ശ്രമിക്കുക, ബാക്കി പിന്നാലെ വന്നോളൂ. ഓൺലൈനായിട്ട് ഒരുപാട് മാഗസീനൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് സമയം കിട്ടുമ്പോൾ നോക്കിയെടുത്ത് പബ്ലിഷ് ചെയ്യുക. അതിൽ ഒരു പ്രാവശ്യം നമ്മൾ എഴുതി പബ്ലിഷ് ചെയ്താൽ പിന്നെ നമുക്ക് എഴുതാനൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. വെറുതെ ഇരിക്കുന്ന ആൾക്കാർ, റിട്ടയർമെൻറ്റിൽ ലൈഫ് എൻജോയ് ചെയ്തിരുന്ന ആൾക്കാർ, അവർക്കൊക്കെ ആവാം. അതുപോലുള്ള ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അപ്പം ഇന്ന് തൊട്ട് തുടങ്ങുകയല്ലേ എഴുതാൻ. എന്തായാലും സ്വന്തം ആശയങ്ങളെ വരികളാക്കി മാറ്റുക, അത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ.